നിർത്ത്, എന്നെ ഒന്ന് വിട്ടേക്ക്. സോഗയ്ക്ക് ഇത് കൂടുതലൊന്നും പറക്കാൻ പറ്റില്ല. ഞാനാണ് സപ്പോല. കുട്ടികളുടെ ഈ പ്രാക്ടീസ് ഒക്കെ നിർത്ത്. അവിടെ രുദ്ര ചെയ്യുന്ന കാര്യം വന്ന് കണ്ടു പഠിക്കേ. രുദ്ര അവിടെ എന്ത് പഠിക്കാ? പറയാം. ഞാൻ ജയ്സിംഗ് ചൗഹാന്റെ പാലസിലേക്ക് പോയിരുന്നു. അവിടെ വെച്ച് ഞാൻ ഒരു കാഴ്ച കണ്ടു. ജയ്സിംഗ് രുദ്രയ്ക്ക് അഡ്വാൻസ് മാജിക് പഠിപ്പിച്ചു കൊടുക്കുകയായിരുന്നു. ഓം ചിക് ചിക് ഭൂ. പ്രാക്ടീസ് ചെയ്തുകൊണ്ടേയിരിക്കണം. അപ്പോൾ നിനക്കും ഇതുപോലെ ഒരു ഫയർ കൺട്രോളർ ആവാൻ പറ്റുന്നതാണ്. ഇനി പ്രാക്ടീസ് ചെയ്തോളൂ. പിന്നെ ശ്രദ്ധിക്കേണ്ടത്, ഇനി മന്ത്രം വല്ലതും തെറ്റിച്ച് പറഞ്ഞാൽ ഈ മാജിക് വളരെ ഡേഞ്ചറസ് ആവാനും സാധ്യതയുണ്ട്. അതൊരിക്കലും മറക്കരുത്. ഫോക്കസ് ആൻഡ് ബിലീവ്. ഒരു കാര്യം കൂടി രുദ്ര, ഈ മാജിക് വളരെ പവർഫുൾ ആണ്. എല്ലാ മാജിക്കും ഒരു സ്ഥലത്ത് ഫെയിൽ ആകുമ്പോൾ അവിടെ പോലും ഈ മന്ത്രം വർക്കൗട്ട് ആവുന്നതാണ്. അതുകൊണ്ട് മനസ്സുകൊണ്ട് നീ ഇത് പ്രാക്ടീസ് ചെയ്യണം. എന്നാ ശരി കുട്ടികളെ, നമുക്ക് പിന്നീട് കാണാം. 2 ദിവസത്തെ കോൺഫറൻസ് ഉണ്ട് എനിക്ക്. ഞാൻ 2 ദിവസം കഴിഞ്ഞ് വരുന്നതായിരിക്കും. നിങ്ങളെയും പാലസിനെയും ശ്രദ്ധിച്ചോളൂ. ബൈ കുട്ടികളെ, ബൈ ബൈ. ആ സന്തോഷ വാർത്ത ഞാൻ ഷാക്കാലിന് കൊടുക്കാൻ വന്നതായിരുന്നു. ഷാക്കാൽ മാമൻ പുറത്തെവിടെയോ പോയിരിക്കുകയാണ്. പക്ഷേ നീ വിഷമിക്കേണ്ട. രുദ്രയുടെ പ്രാക്ടീസ് കംപ്ലീറ്റ് ആവാൻ ഞങ്ങൾ ആരും സമ്മതിക്കില്ല. അവൻ ഒരിക്കലും ഫയർ കൺട്രോളർ ആകാൻ പറ്റില്ല. നീ എന്ത് പറയുന്നു ജോഡി? കുട്ടിക്കുറുമ്പുകൾ തുടങ്ങിയാലോ? യെസ് ജനി, ലെറ്റ്സ് പ്ലേ. Thank you, Rangila. Iba iska fire creator. ഈ മാജിക്കൽ മാസ്റ്റർ ആവാൻ ഞാൻ അല്പം പ്രാക്ടീസ് ചെയ്യണം. നിങ്ങൾ എല്ലാവരും കുറച്ച് സൈലന്റ് ആയിട്ടിരിക്കണം. മാജിക് ഉൾട്ടായി പോയാൽ പിന്നെ എല്ലാം കുഴപ്പമാവും. ഓക്കെ? തീർച്ചയായിട്ടും. രുദ്രയുടെ ട്രെയിനിങ് വളരെ സ്ട്രോങ് ആണെന്നാ തോന്നുന്നേ. അതുകൊണ്ടാണ് നമ്മളെ ഓരോ പ്രാവശ്യം അവൻ തോൽപ്പിക്കുന്നത്. കള്ളൻ 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 കള്ളൻ. ഇപ്പൊ ഇത് നീ കൺട്രോൾ ചെയ്യ രുദ്ര. ഞാനൊന്ന് നോക്കട്ടെ. നീ ഇതെന്താ ചെയ്തത് രുദ്ര? സോറി ഗൈസ്. ഇത് പോലാത്ത പ്രശ്നമായല്ലോ. എന്റെ ഡിക്കി കാരടാ തീ വെച്ചത്. എന്റെ അമ്മേ. നന്നായി കുട്ടികളെ. ഇബൈസ്ക പ്രൊട്ടക്ഷൻ ഗോഡ് ക്രിയേറ്റോ. രുദ്ര, മായിര, വരുൺ, വേഗം മുകളിലേക്ക് വാ. ഇവിടെ ഒരു അപകടമില്ല. വേഗം വാ. എന്തായാലും ഞാനങ്ങ് രക്ഷപ്പെട്ടു. ആ റെഡ് ആംഗ്രി മാൻ എങ്ങോട്ടാ പോയത്? എനിക്ക് തോന്നുന്നു ഓടിപ്പോയെന്നാ. എന്റെ കടായി പാക ചുട്ടു പഴുത്തല്ലോ. രക്ഷിക്കണേ, ആരെങ്കിലും ഒന്ന് രക്ഷിക്കണേ രുദ്ര. രക്ഷിക്കൂ. ഇതെന്തിനാ നമ്മളുടെ പിന്നാലെ വന്നോണ്ടിരിക്കുന്നത്?
എന്റെ അമ്മ ഞാൻ രക്ഷപ്പെട്ടു. ഓടിക്കോ. ഓടി ഓടി ഞാൻ ആകെ ക്ഷീണിച്ചു പോയി. ഇത് കൂടുതൽ ഈ തുകയ്ക്ക് താങ്ങാനൊന്നും ആവില്ല. ഈ തുകയ്ക്ക് സഹിക്കാനാവില്ല. ആ സൗണ്ട് എവിടുന്നാ വരുന്നത്? ഫയർമാൻ പുറത്ത് ആരെയോ അറ്റാക്ക് ചെയ്തിട്ടുണ്ടെന്ന് തോന്നുന്നു. ഓ, നിങ്ങളൊക്കെ ആരാ? ഓ സോറി, ഞങ്ങൾ ചെയ്ത തെറ്റ് കാരണം നിങ്ങൾ എല്ലാരും കരിഞ്ഞു പോയതാ തോന്നുന്നത്. ഇനി സോറി പറഞ്ഞിട്ട് എന്താ കാര്യം? ഇവരുടെ മമ്മി ഈ കാര്യം അറിഞ്ഞാലുണ്ടല്ലോ, പിന്നെ എന്റെ കാര്യം പോക്കാണ്, ഉറപ്പാ. മമ്മീസ് ഒക്കെ വളരെ സ്വീറ്റ് ആണ്. അവർ തീർച്ചയായിട്ടും കുട്ടികളെ ശരിയാക്കും. അങ്ങനെയൊന്നും സംഭവിക്കില്ല. അല്ല, ഞാൻ പറഞ്ഞു വന്നത് ജീവൻ പിന്നെ ജീവിയുടെ അമ്മ ഭയങ്കര ദേഷ്യക്കാരിയാ. അച്ഛാ വരൂ, നമുക്ക് തിരിച്ച് വീട്ടിലേക്ക് പോവാം. വേഗം ചെന്ന് നമുക്ക് കുളിക്കാം. അപ്പൊ ഇതൊന്നും മമ്മി അറിയാൻ പോകുന്നില്ല. എന്നെ അച്ഛാന്ന് വിളിക്കരുത്, എന്നെ അച്ഛാന്ന് ഒരിക്കലും വിളിക്കരുത്. നിങ്ങൾ എങ്ങനെ വിളിക്കുന്നത് നിങ്ങളുടെ അമ്മ കേട്ടാ പിന്നെ എന്റെ കാര്യം പോക്ക. അച്ഛനെ അച്ഛാന്ന് വിളിക്കുന്നതിൽ അമ്മ എന്തിനാ ദേഷ്യപ്പെടുന്നത്? എന്തോന്ന് പറയാനാ, എനിക്ക് എന്നെ ഒന്നും മനസ്സിലാവുന്നില്ല. കുട്ടികളെ എപ്പോഴും മമ്മി മമ്മീന്ന് മാത്രമേ വിളിക്കാവുന്ന അവള് പറയുന്നത്. എന്നാ ശരി, ഞങ്ങളിപ്പോ പോവാ. വരൂ ജെന്നി, വരൂ ജീവൻ പിന്നെ ജീവിക, വേഗം വാ. ഇവരെ കാണാൻ വ്യത്യസ്തമായി ഉണ്ടല്ലോ. ആരുദ്ര, വാ നമുക്ക് അകത്തേക്ക് പോവാം. നമുക്ക് അങ്ങോട്ട് പോവാം. ഓ, പ്രാക്ടീസ് ചെയ്യാൻ ഈ സ്ഥലം പെർഫെക്റ്റ് ആണ്. ഇവിടെ ഒരു ഡിസ്റ്റർബൻസും ഉണ്ടാവില്ല. രുദ്ര ആലോചിക്കുന്നത് ഇവിടെ ആരുമില്ലെന്നാ വിചാരിച്ചിരിക്കുന്നേ. പക്ഷെ നമ്മൾ ഇവിടെ ഉള്ളപ്പോ വേറെ ആരുടെ ആവശ്യമില്ലല്ലോ, അല്ലേ? ഈ മരുഭൂമിയിൽ സാൻഡ് വൈപ്പർ ഉണ്ടായിരിക്കും. അത് തന്റെ വാല് കൊണ്ട് ചങ് ചങ് എന്ന് ശബ്ദം ഉണ്ടാക്കിക്കൊണ്ടിരിക്കും. അല്ല, നീയും ഒരു പാമ്പ് തന്നെ അല്ലേ സഫോല? എന്നെ വിട്ടേക്ക്, ഓക്കെ? ചേടാ, ഇതുപോലത്തെ പ്രശ്നമല്ലോ. തിരിഞ്ഞു നോക്കാതെ ഓടിക്കോ, ഓട്. Zibajska Airshell Kurejo. Thanks, Myra Varun. എനിക്കിത് വിശ്വസിക്കാൻ പറ്റുന്നില്ല. ഈ ഡെസേർട്ടിൽ സഡൻലി ഇങ്ങനെ ഒരു ശബ്ദം എവിടുന്നാ വന്നത്? അത് സാൻഡ് വൈപ്പറിന്റെ ശബ്ദമാണ്. ഒരുപക്ഷെ ഇവിടെ സാൻഡ് വൈപ്പേഴ്സ് ഉണ്ടെന്ന് തോന്നുന്നു. ദേ അങ്ങോട്ട് നോക്ക്, അവിടെ മനുഷ്യർ നിൽക്കുന്നത് കണ്ടോ? അവരാണ് നമുക്ക് നേർക്ക് ശബ്ദമുണ്ടാക്കുന്നത്. ഇവര് കാരണം നമുക്ക് മരുഭൂമിയിൽ ഇരിക്കാൻ പറ്റാതായി. നമ്മുടെ ഉറക്കം ഇവര് കാരണം ഇല്ലാതായി. അവരെ കടിച്ച് കടിച്ച് കൊല്ലണം. പിന്നെ ആരും ഒരിക്കലും ഇങ്ങോട്ട് വരരുത്, ഒരിക്കലും വരരുത്.
എന്നെ വിട്ടേക്ക്. ഞാൻ നിങ്ങളുടെ റിലേറ്റീവ് ആണ്. ഹോലാരെ ഹോല, ഞാനാണ് സപ്പോല. എത്ര ദൂരം ഓടും നിങ്ങളെ ഞാൻ വെറുതെ വിടില്ല. കുട്ടികളെ എന്റെ കൈയൊക്കെ വിട്ടേക്ക്, എന്റെ വിട്ടേക്ക്. എന്റെ മൂക്ക് പോയേ. ഹോലാരെ ഹോല, ഞാനാണ് സപ്പോല. നിങ്ങളുടെ റിലേറ്റീവിനെ പോലും വിട്ടു വെക്കില്ല നിങ്ങള്. കുട്ടികൾ നിങ്ങൾ രണ്ടുപേരും ചേർന്ന് എന്നെ കൊല്ലാതെ വിടില്ലെന്നാ തോന്നുന്നേ. സോറി ജോക്ക, ഞാൻ ഇപ്പൊ തന്നെ ഇവരെയെല്ലാം അടിച്ചു പുറത്താക്കാം. നോക്കിക്ക് ഇത് കൂടുതലൊന്നും താങ്ങാനാവില്ല. നോക്കിക്ക് ഇത് കൂടുതലൊന്നും സഹിക്കാനാവില്ല. ഇനി അവരെ ഫോളോ ചെയ്യാതിരിക്കുന്നതാണ് നമുക്ക് നല്ലത്. എന്റെ ഈ മൂക്ക് കണ്ടോ? അവന്മാരെ ഫോളോ ചെയ്യുന്നത് നമ്മൾ നിർത്തില്ല. എന്തൊക്കെ സംഭവിച്ചാലും ശരി, എന്റെ കൂടെ വാ. നിശബ്ദമായ സ്ഥലം ആദ്യം കണ്ടെത്തണം. അവിടെ ഡിസ്റ്റർബൻസ് ഇല്ലാതെ നമുക്ക് പ്രാക്ടീസ് ചെയ്യാൻ പറ്റും. വേഗം വാ. ചേടാ, ഇതിപ്പോ ഏത് സ്ഥലത്താ വന്നിരിക്കുന്നത്? എന്തായാലും ഇവിടെ ഡിസ്റ്റർബ് ചെയ്യാൻ ആരുമില്ലെന്നാ തോന്നുന്നേ. അതെ രംഗില, നമുക്ക് ഇവിടെ വെച്ച് പ്രാക്ടീസ് ചെയ്യാം. ഞാൻ ഈ കാട്ടിൽ ഒരു മാജിക്കൽ കവർ ക്രിയേറ്റ് ചെയ്തേക്കാം. അപ്പോൾ ഇവിടെ ഒരു മാജിക്കും വില പോകില്ല. നീ പറഞ്ഞത് കേൾക്കാൻ നല്ല രസമുണ്ട്. ഇനി മിനി മൈനി മോ, ജെനിയുടെ മാജിക് സ്റ്റാർട്ട് ആകട്ടെ. കവർ ക്രിയേറ്റ് ആയിരിക്കുന്നു. നമ്മുടെ ജോലി കഴിഞ്ഞു. ഇപ്പോൾ രുദ്രയും അവന്റെ കൂട്ടുകാരും മുകളിലൂടെ പറന്ന് ഈ സൈഡിലേക്ക് വരുമ്പോൾ നമ്മൾ ഇവിടെ നോടി ദാ അങ്ങോട്ട് പോയി നിൽക്കാം. എന്നാൽ രുദ്രയും അവന്റെ ഫ്രണ്ട്സും ഈ കവറിൽ ട്രാപ്പ് ആയി പോകും. ഇനി മിനി മൈനി മോർ, ജെനിയുടെ മാജിക് വർക്കൗട്ട് ആകട്ടെ. ये बाइस का कवल क्रिएटो. ये बाइस का स्नो क्रिएटो. നമ്മൾ എന്തൊക്കെ പ്ലാൻ ചെയ്താലും ശരി, രുദ്ര അതൊക്കെ തല്ലിപ്പൊളിച്ച് പുറത്തേക്ക് വരിക. നമ്മൾ അവന്റെ ഫേവറേറ്റ് ഗെയിം ആയിരുന്നു തോന്നുന്നത്. വേഗം ഓടിക്കോ. എന്റെ കൈ പിടിച്ചോ, ജമ്പ് ചെയ്യ്. ഒരു വിധത്തിൽ രക്ഷപ്പെട്ടു. ജെനി, നിന്റെ പ്ലാൻ ഇപ്പൊ ബാക്ക് ഫയർ ആയി പോയി. എങ്ങോട്ട് തിരിഞ്ഞാലും ഫയറാണ്.
ഫ്രണ്ടിലും ശരി ബാക്കിലും ശരി എന്തെങ്കിലും ചെയ്യ് ശരി. രക്ഷിക്ക്. ആരെങ്കിലും ഒന്ന് രക്ഷിക്ക്. ഇനി മിനി മൈനി മോർ ജെന്നിയുടെ മാജിക് സ്റ്റാർട്ട് ആകട്ടെ. ഫയർ ഗോൺ. ലോകയ്ക്ക് മാത്രമല്ല ഇനി ആർക്കും ഒന്നും ചെയ്യാനാവില്ല. ജെനി, ഇപ്പൊ നിന്റെ മാജിക് നീ തന്നെ അവസാനിപ്പിക്കണം. നീയല്ലേ ഈ കവർ ക്രിയേറ്റ് ചെയ്തത്. രക്ഷിക്കണേ. ആരെങ്കിലും രക്ഷിക്കണേ. എനിക്ക് തോന്നുന്നത് ആരോ ചിലർ ഫയറിൽ കുടുങ്ങിയിരിക്കുന്നെന്നാ. ഓ നോ, അത് ജെനിയും ജോഡിയാണ്. അവരൊപ്പം സോഗയും സഫലയും ഉണ്ട്. അവരെന്തിനായിരിക്കും ഇവിടേക്ക് വന്നത്? നമ്മളെ ഡിസ്റ്റർബ് ചെയ്യാൻ വേണ്ടി വന്നതാ. വേറെ എന്തിനാ? ഇപ്പൊ മനസ്സിലായില്ലേ നമ്മുടെ പ്രാക്ടീസ് എന്തുകൊണ്ടാ തടസ്സപ്പെട്ടതെന്ന്? ഇവര് 4 പേരും ചേർന്ന് വീണ്ടും വീണ്ടും നമ്മളെ ഡിസ്റ്റർബ് ചെയ്യായിരുന്നു. ഇപ്പൊ അവന്മാര് പാഠം പഠിച്ചില്ലേ? ഇതിനെയാണ് പറയുന്നത് അവനവൻ കുഴിച്ചു കുഴിയിൽ അവനവൻ തന്നെ വീഴുമെന്ന്. രുദ്ര, അവരെ വിട്ടേക്ക്, അവരൊരു പാഠം പഠിക്കട്ടെ. നിങ്ങൾ എന്തിനാ എങ്ങനെയൊക്കെ സംസാരിക്കുന്നവരെങ്കില? ഇവരെങ്ങനെ കാട്ടുതീയിൽ വിട്ടിട്ട് പോകാൻ പറ്റില്ല. അവരെ സഹായിച്ചേ പറ്റൂ. ഹ്. Sorry, ഞങ്ങൾ അങ്ങനെ തെറ്റ് ചെയ്തു പോയി. ഞങ്ങളോട് ക്ഷമിക്കൂ. ദയവ് ചെയ്ത് ഞങ്ങളെ ഒന്ന് രക്ഷിക്കൂ. Don't worry, ജെനി ജോഡി. നിങ്ങൾ വിഷമിക്കണ്ട, ഞാൻ രക്ഷപ്പെടുത്താം. Baiska fire great you. Baiska water ground go. എന്താ ഒന്നും വർക്കൗട്ട് ആവാത്തത്? ഒരു മാജിക്കും വർക്കൗട്ട് ആവുന്നില്ലല്ലോ. സോറി രുദ്ര, ഞാൻ നിങ്ങളെ ട്രാപ്പ് ചെയ്യാൻ വേണ്ടി മാജിക്കൽ കവർ ഉണ്ടാക്കിയിരുന്നു. അതിനകത്ത് ആരുടെ മാജിക്കും വർക്കൗട്ട് ആകില്ല. ഓ നോ, നിങ്ങൾ എന്ത് കാര്യം ചെയ്തത്? മൈര, നമ്മൾ എല്ലാവരും ഒരു മാജിക്കൽ ഡോമിന്റെ അകത്ത് കുടുങ്ങിയിരിക്കുക. അകത്ത് ആരുടെ മാജിക്കും വർക്കൗട്ട് ആവില്ല. രുദ്ര, മുത്തശ്ശൻ പറഞ്ഞ കാര്യം ഒന്ന് ഓർത്തു നോക്ക്. ഒരു മാജിക്കും വർക്കൗട്ട് ആവാത്ത സ്ഥലത്ത് പോലും നിന്റെ ഫയർ കൺട്രോളിംഗ് മാജിക് വർക്കൗട്ട് ആവും. ഗോ ആൻഡ് ട്രൈ. രുദ്ര, ഓൾ ദി ബെസ്റ്റ്. ജെനി, ജോഡി, ഇത്ര നേരം ഏത് മാജിക് ചെയ്യാതെ നിങ്ങൾ എന്നെ തടഞ്ഞു നിർത്താൻ ശ്രമിച്ചോ? അത് തന്നെയാണ് നമ്മളെ രക്ഷിക്കാൻ പോകുന്നത്. അതുകൊണ്ട് നിങ്ങൾ 4 പേരും അനങ്ങാതെ മിണ്ടാതെ ഇരിക്കണം. ഞാനൊന്ന് വീണ്ടും കോൺസെൻട്രേറ്റ് ചെയ്യട്ടെ. രുദ്ര, നീ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാ ചെയ്തോ. ഞങ്ങൾ ഇനി നിന്നെ ഒരിക്കലും ഡിസ്റ്റർബ് ചെയ്യില്ല. Baiska, boom, chick chick, boom. റിലാക്സ് ജെനി ജോഡി. എന്നാ പഠിച്ചോ, ഇത് ഞാൻ നിങ്ങൾക്ക് തരുന്ന ഗിഫ്റ്റാണ്. ഇതുപോലെ ഒരിക്കലും ആരെയും ട്രാപ്പ് ചെയ്യില്ല എന്ന് പ്രോമിസ് ചെയ്യ്. ഇല്ല, ഒരിക്കലും ഇല്ല. ഞങ്ങൾ ഒരിക്കലും അങ്ങനെ തെറ്റ് ചെയ്യില്ല. ശരി ശരി, ഓക്കെ ഓക്കെ, പിന്നെ കാണാം കൂട്ടുകാരെ. വരും, നമുക്ക് പോവാം. എന്റെ പ്രാക്ടീസും കഴിഞ്ഞു. വേഗം ആ ഫ്ലെയിം ഒന്ന് അടയ്ക്ക്. ഇതാണ് എല്ലാ പ്രശ്നത്തിന്റെയും തുടക്കം. അണച്ചേക്ക്, അണച്ചേക്ക്. ഈ തീയെ ഞാൻ അണയ്ക്കാതെ വിടില്ല.